oil. Satisfy your taste. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കം. അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളി ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. ഇപ്പോൾ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എരുമേലി പേട്ടതുള്ളലിന് തുടക്കമായിരിക്കുന്നു. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ, അമ്പലപ്പുഴ സംഘമാണ് പേട്ടതുള്ളിയിരിക്കുന്നത്. എപ്പോഴാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ? ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കം കുറിച്ചുകൊണ്ട് അമ്പലപ്പുഴ സംഘം പത്തമ്പലത്തിൽ നിന്നും ഇപ്പോൾ ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വാവരുപള്ളിയിൽ പ്രദക്ഷിണം വെച്ച് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ സംഘത്തിന് തൊട്ടു പിന്നാലെയാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങുക. ഇത് 3 മണിക്കായിരിക്കും. ഇരു സംഘങ്ങളും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എരുമേലിലെത്തിച്ചേർന്ന് ചന്ദന, അതായത് വാവരുപള്ളിയിലെ പ്രസിദ്ധമായ ചന്ദനക്കുടം ഉത്സവത്തിൽ പങ്കെടുത്ത് അതിന്റെ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്ന് രാവിലെ ഇരു സംഘങ്ങളും ഇപ്പോൾ പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിൽ പങ്കെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങും. 3 മണിക്ക് ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളി സന്നിധാനത്തേക്ക് പുറപ്പെടും. എന്നാൽ ആലങ്ങാട്ട് സംഘം വാവരുപള്ളിയിൽ കയറുകയില്ല. ആദ്യം പേട്ടതുള്ളിയ അമ്പലപ്പുഴ സംഘത്തിനോടൊപ്പം തന്നെ വാവരുസ്വാമിയും സന്നിധാനത്തേക്ക് പോയി എന്നുള്ള വിശ്വാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളി നേരെ സന്നിധാനത്തേക്ക് പതിവ്. സന്നിധാനത്തേക്ക് തിരിക്കും. പമ്പയിലാണ് 14-ാം തീയതി രാവിലെ പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ എത്തി പമ്പ സദ്യയും പമ്പ വിളക്ക് നടത്തിയതിനു ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് പുറപ്പെടുക. സന്നിധാനത്ത് മകരവിളക്ക് ദർശനത്തിന് ശേഷം ഇരു സംഘങ്ങളും എഴുന്നള്ളത്ത് നടത്തിയായിരിക്കും മലയിറങ്ങുക. വ്യക്തമാണ്. ഡി ബിനോയ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മകരവിളക്ക് ദർശനം